പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ തിയോളജി ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിലെ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയാണ് നാം ഇന്ന് പഠനവിധേയമാക്കുക. ഈ ഉപമ നമ്മുടെ ഈ കോഴ്സിൻ്റെ ഭാഗമായി പഠിക്കുന്നതിന് പ്രത്യേകമായി ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമതായി, ഈ ഉപമയിലൂടെ ഈശോ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ ബോധ്യം നൽകുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ധനവാനും ദരിദ്രനും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചുള്ള ദൈവശാസ്ത്ര വീക്ഷണം ഗ്രഹിക്കാൻ ഈ ഉപമ സഹായകമാണ് എന്നുള്ളത്, സമ്പത്തിൻ്റെ വിനിയോഗം എപ്രകാരമായിരിക്കണമെന്നും സാമ്പത്തിക വിനിയോഗത്തിലെ വീഴ്ച നിത്യരക്ഷയ്ക്ക് എപ്രകാരം അപകടത്തിലായിത്തീരുന്നു തുടങ്ങിയ അടിസ്ഥാന വിഷയങ്ങൾ ഈ ഉപമയിൽ ഈശോ വിശകലനം ചെയ്യുന്നു എന്നുള്ളതിനാലാണ് നാം ഈ ഉപമ ഈ കോഴ്സിൻ്റെ ഭാഗമായി പഠിക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കിയിരുന്നു, ലൂക്കായുടെ സുവിശേഷം ദരിദ്രൻ്റെ പക്ഷം ചേരുന്ന സുവിശേഷം. സമ്പന്നനോട് എതിരുള്ളത് കൊണ്ടല്ല, സമ്പത്ത് ദൈവം നൽകിയ ദാനമാണ് എന്ന സത്യം വിസ്മരിച്ചുകൊണ്ട് സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും മാത്രമായി സമ്പത്തിനെ വിനിയോഗിക്കുകയും കണ്ണെത്തുന്ന കൈയെത്തുന്ന ദൂരത്തുള്ള ദരിദ്രനെ അവഗണിക്കുകയും ചെയ്യുന്ന മനോഭാവത്തോടാണ് ലൂക്കാ സുവിശേഷകൻ കഠിനമായി പ്രതികരിക്കുന്നത് എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ വസ്തുതയാണ്. ലൂക്കാ സുവിശേഷത്തിൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെ ഈ മുഖ്യധാരയുമായി ചേർത്ത് നിർത്തിക്കൊണ്ട് വേണം ഈ ഉപമയെയും നാം വ്യാഖ്യാനിക്കാൻ. ഉപമ തുടങ്ങുന്നത് വളരെ ലളിതമായ കഥാഖ്യാന ശൈലിയിൽ തന്നെയാണ്. ഒരു ധനവാൻ ഉണ്ടായിരുന്നു. അത് തീർച്ചയായും ഒരു കഥ പറയുന്ന ശൈലി. ഒരിടത്തൊരിടത്ത് ഒരു ധനവാൻ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുന്ന അതേ ശൈലിയിൽ തന്നെയാണ് ലൂക്കായും തുടങ്ങിയിരിക്കുന്നത്. അവൻ്റെ വസ്ത്രങ്ങളെക്കുറിച്ചാണ് പറയുക. അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിച്ചിരുന്നു. മൃദുല വസ്ത്രം എന്ന് പറയുന്നത് രാജകീയതയുടെ ലക്ഷണമാണ് എന്ന് ഈശോ പറയുന്നു. കാരണം മൃദുല വസ്ത്രം മൃദുലമാകുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക പട്ടുവസ്ത്രങ്ങളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയാം. ഈ പട്ടുവസ്ത്രങ്ങളെ ധരിച്ചിരുന്നത്, വാസ്തവത്തിൽ ഈ പട്ടുവസ്ത്രങ്ങൾ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പലസ്തീനായിലേക്ക് ഇറക്കുമതി ചെയ്തതാണ്. സോളമൻ്റെ കാലം മുതലേ ഇന്ത്യയിൽ നിന്ന് പലസ്തീനായിലേക്ക് പട്ടുവസ്ത്രങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ സമാനമായ ചില ഇറക്കുമതികളെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. അപ്പോൾ പലസ്തീനായിൽ പട്ടുവസ്ത്രങ്ങളില്ല. പട്ടുവസ്ത്രങ്ങൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ്. അത് ധരിക്കുക എന്ന് പറയുന്നത് അത്രമേൽ സമ്പന്നർക്ക് മാത്രം സാധ്യമായിട്ടുള്ള കാര്യമാണ്. ഇയാൾക്കതെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. അദ്ദേഹം സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത്. നമുക്കറിയാം, നല്ല ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിലോ നമ്മുടെ സാഹചര്യത്തിലോ വലിയൊരു സമ്പത്തിൻ്റെ ലക്ഷണമൊന്നുമല്ല എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ പലസ്തീന പോലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ദിവസത്തിൽ ഒരു നേരം പോലും വയറു നിറയും ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുക, അത് ദിവസം മുഴുവനും എല്ലാ നേരങ്ങളിലും സുഭിക്ഷമായി ഭക്ഷിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത്യാഡംബരത്തിൻ്റെ ലക്ഷണം തന്നെയാണ് എന്ന് നമുക്കറിയാം. ജോബിൻ്റെ പുസ്തകത്തിൽ സമൃദ്ധിയുടെ കാലഘട്ടങ്ങളിൽ ആ മക്കളെല്ലാവരും സുഭിക്ഷമായി ഭക്ഷിച്ചിരുന്നതിനെക്കുറിച്ചുള്ള വിവരണമുണ്ട്. അതുകൊണ്ട് സുഭിക്ഷമായി ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ 3 നേരം നേരെയവേ ഭക്ഷണം കഴിക്കുന്നതിൽ എന്താണ് ഇത്രമേൽ ആഡംബരം? അഥവാ ഒരു മനുഷ്യൻ തിന്നാൽ ഇത്രയല്ലേ തിന്നാനുള്ളൂ എന്നൊക്കെ നമുക്ക് ന്യായമായും സംശയിക്കാമെങ്കിലും പലസ്തീനായുടെ ദാരിദ്ര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ
ഈ സുഭിക്ഷമായ ഭക്ഷണം ഒരു ആഡംബരത്തിൻ്റെ ലക്ഷണം തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കണം. ആദ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചു ലൂക്കാ സുവിശേഷകൻ. കഥാപാത്ര സൃഷ്ടിയിൽ അന്യാദൃശ്യമായ പാടവമുള്ള സുവിശേഷകനാണ് ലൂക്ക എന്ന് ഇതിനോടകം നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യം. അതുതന്നെയാണ് ഇവിടെ ഒന്നോ രണ്ടോ വാക്യങ്ങളെ പറഞ്ഞുള്ളൂ, പക്ഷേ ആ സമ്പന്നൻ നമ്മുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു കഥാപാത്രമായി ഭക്ഷണമേശയ്ക്ക് മുമ്പിൽ ആടയാഭരണങ്ങളോടെ ഇരിക്കുന്നൊരു സമ്പന്നൻ, സുഭിക്ഷമായി മേശ നിറയെയും വിവിധ തരം വിഭവങ്ങൾ ആസ്വദിച്ച് കഴിയുന്നൊരുവൻ. ലൂക്ക അദ്ദേഹത്തെ അവതരിപ്പിച്ച ശേഷം തൊട്ട് അടുത്ത വാചകത്തിൽ ഒരു ദരിദ്രനെ അവതരിപ്പിക്കും. അവൻ കഴിഞ്ഞിരുന്നത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അവൻ്റെ പടിവാതിൽക്കൽ എന്നാണ്. ധനവാൻ്റെ മേശയ്ക്ക് കീഴേ ദരിദ്രൻ കിടന്നിരുന്നു എന്നുള്ള രീതിയിലുള്ള പെയിൻറ്റിങ്ങുകൾ, ചിത്രീകരണങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അസാധ്യമാണ്. അങ്ങനെ ആരുടെയും മേശയ്ക്ക് കീഴേ ദരിദ്രനെ കിടത്താൻ സമ്മതിക്കുമായിരുന്നില്ല. തന്നെയല്ല, അദ്ദേഹം കുഷ്ഠം ബാധിച്ച് വ്രണിത ശരീരനായ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ മേശയ്ക്ക് കീഴേ കിടത്തി എന്നുള്ളത് ന്യായമായും ചിന്താശൂന്യമായ വസ്തുതയാണ്. മറിച്ച് അദ്ദേഹം പടിവാതിൽക്കൽ കിടന്നു എന്ന് പറഞ്ഞാൽ ഈ ധനികൻ്റെ വീട്ടിലെ ഗേറ്റിന് വെളിയിൽ എന്നുള്ളതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ മതിലിന് വെളിയിൽ എവിടെയോ ആണ് ഈ ധനികൻ്റെ സ്ഥാനം, ഈ ദരിദ്രൻ്റെ സ്ഥാനം എന്ന് നമുക്ക് ന്യായമായി മോഹിക്കും. അദ്ദേഹം കഴിച്ചിരുന്നത് എന്താണ്? ആ ധനവാൻ്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. മേശയിൽ നിന്ന് താഴെ വീഴുന്നത് തിന്നണമെങ്കിൽ ഇയാൾ മേശയ്ക്ക് കീഴിലായിരുന്നു എന്നുള്ളതാണ് സാമാന്യ യുക്തി. പക്ഷെ നമുക്കറിയാം അതല്ല. മേശയിൽ മിച്ചം വരുന്ന എച്ചിലുകൾ അല്ലെങ്കിൽ വേസ്റ്റാകുന്ന റൊട്ടി കഷ്ണങ്ങൾ കൈതൂക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എണ്ണ കലർന്ന, നെയ്യ് കലർന്ന, ഒലിവെണ്ണ ചേർന്ന ഭക്ഷണമാണ് അവരുടേത്. അതുകൊണ്ട് ഈ എണ്ണമയം കയ്യിൽ നിന്ന് കളയാൻ വേണ്ടി റൊട്ടിയുടെ പുറംപാളി കൊണ്ട് തൂത്ത് ദൂരേക്ക് എറിഞ്ഞിരുന്നു. അവയൊക്കെയാണ് ഈ ലാസർ ഭക്ഷിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ ഈ ധനവാൻ്റെ വീട്ടിലെ വേസ്റ്റ് കൊണ്ടുപോയി ഇടുന്ന സ്ഥലം എവിടെയോ അവിടെയാണ് വാസ്തവത്തിൽ ഈ ലാസറിൻ്റെ സ്ഥാനം എന്ന് സുവിശേഷകൻ്റെ ആഖ്യാനത്തിൽ നിന്ന് വ്യക്തമാണ്. അതായത് ഒരുവൻ സർവസമൃദ്ധിയുടെയും ആഡംബരത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും നടുവിൽ കഴിയുമ്പോൾ മറ്റവനാകട്ടെ ഗതികേടിൻ്റെ ഭൂമികയില്ല. അതായത് ഈ ധനികൻ വലിച്ചെറിയുന്ന അല്ലെങ്കിൽ അവൻ ഉപയോഗിച്ച് ചണ്ടിയായി തള്ളിക്കളഞ്ഞ ഉച്ഛിഷ്ടങ്ങളുടെ നടുവിൽ കഴിയാൻ വിധിക്കപ്പെട്ട ദരിദ്രൻ. വാസ്തവത്തിൽ ഇതിന് വലിയ മാനങ്ങളുണ്ട്. ലൂക്കാ സുവിശേഷകൻ അവതരിപ്പിക്കുന്ന വികസിത രാജ്യങ്ങളിൽ നിന്നുള്ള വേസ്റ്റ് ഈ മൂന്നാം ലോക രാജ്യങ്ങളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു എന്നുള്ളത് സത്യമാണ്. വികസിത രാജ്യങ്ങളിലെ ആണവ വേസ്റ്റുകളടക്കം കൊണ്ടുവന്ന് മൂന്നാം ലോക രാജ്യങ്ങളുടെ കടൽ തീരങ്ങളിൽ തള്ളുന്നു എന്നുള്ളത് നാം വായിച്ചറിയുന്ന വസ്തുതയാണ്. അതല്ല എങ്കിൽ മൂന്നാം ലോക രാജ്യങ്ങളിലേക്ക് വലിയ സഹായമെന്ന നിലയിൽ ഇവർ കൊടുത്തയക്കുന്ന പലതും അവിടുത്തെ കാലഹരണപ്പെട്ട ആണവ റിയാക്ടറുകളാകാം, അവിടെ ഉപയോഗശൂന്യമായ വാഹനങ്ങളാകാം. അവയെല്ലാം ഈ മൂന്നാം ലോകരാജ്യത്തിന് വലിയ സഹായമെന്ന രീതിയിൽ കൊടുത്തയക്കുമ്പോൾ വാസ്തവത്തിൽ ചെയ്യുന്നത് അവരൻ്റെ ഉച്ഛിഷ്ടം തിന്ന് ജീവിക്കാൻ തക്ക വിധത്തിൽ മൂന്നാം ലോകരാഷ്ട്രങ്ങളെ പരിഗണിക്കുന്നു എന്നുള്ളത്. ധനവാൻ്റെ ഉച്ഛിഷ്ടങ്ങൾ കൊണ്ട് ഉപജീവനം കഴിക്കേണ്ടി വരുന്ന ഈ ലാസർ ലോകത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതികളിലെ അസമത്വങ്ങളിലേക്ക് ലൂക്കാ സുവിശേഷകൻ തിരിച്ചു വയ്ക്കുന്ന ഒരു ദർപ്പണമാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഏതാണെങ്കിലും ഈ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരത്തെ സുവിശേഷകൻ അതിശക്തമായ ഭാഷയിൽ വായനക്കാരൻ്റെ മനസ്സിൽ നീറ്റൽ ഉളവാക്കുന്ന രീതിയിൽ സുവിശേഷകൻ അവതരിപ്പിച്ചു എന്നുള്ളതാണ് വസ്തുതാപരം. ഈ കഥ അവതരിപ്പിച്ചുകൊണ്ട് സുവിശേഷകൻ പറയുകയാണ്, അതിൻ്റെ ഒന്നാം രംഗം ഈ ഭൂമിയിലെ രംഗം, രണ്ടാം രംഗം സ്വർഗത്തിലെ അല്ലെങ്കിൽ മരണാനന്തര ജീവിത രംഗമാണ്.
ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഇവർ തമ്മിലുള്ള അന്തരം, ഒരുവന് സർവ്വ സൗഭാഗ്യങ്ങൾ, മറ്റവന് യാതൊന്നുമില്ലാത്ത ഗതികേടിൻ്റെ അവസ്ഥ. ഇതിന് ഘടകവിരുദ്ധമായതാണ് മരണാനന്തരം സംഭവിക്കുക. ഈ ധനികൻ മരിച്ചു, ദരിദ്രനും മരിച്ചു. ഒരുപക്ഷെ മരണം എന്ന ഭൂമികയിൽ സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള അന്തരമില്ലാതാകും. ഒരുവനും ഒരു സമ്പത്തും കൂടെ കൊണ്ടുപോകുന്നില്ല. പണ്ട് അലക്സാണ്ടർ മരിച്ചപ്പോൾ ലോകസാമ്രാട്ട് തൻ്റെ ഇരുകരങ്ങളും ശവപ്പെട്ടിക്ക് വെളിയിലേക്ക് ഇടണമെന്നും താൻ യാതൊന്നും കൂടെ കൊണ്ടുപോകുന്നില്ല എന്ന് ലോകം അറിയണമെന്നും പറഞ്ഞതായിട്ട് കഥകളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അലക്സാണ്ടർ അങ്ങനെ ചെയ്താലും ചെയ്തില്ലേലും നമുക്കറിയാം, ഒരു സമ്പന്നനും ഒന്നും കൂടെ കൊണ്ടുപോകുന്നില്ല. വലിയ സ്വർണ്ണ പിടിയിട്ട് കെട്ടിയ ശവപ്പെട്ടിക്കകത്ത് അവനെ അടക്കിയാലും നമുക്കറിയാം, ആ സ്വർണ്ണപ്പിടിയും അഴുകാത്തതും അലിയാത്തതുമെല്ലാം ആ ശവക്കുഴിയിൽ ശേഷിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഒന്നും അവന് കൊണ്ടുപോകാൻ പറ്റിയ. സ്വർണ്ണ പല്ലുള്ള മുതലാളിമാരെ സംസ്കരിച്ച കല്ലറ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം വൃത്തിയാക്കുമ്പോൾ ആ സ്വർണ്ണപ്പല്ല് മാത്രം അവിടെ ശേഷിക്കുന്നതാണ്. കാരണം അതൊന്നും കൊണ്ടുപോകാൻ പറ്റിയത്, അതെല്ലാം അവിടെ കിടക്കുന്നു. വാസ്തവത്തിൽ അതൊക്കെ വലിയ സൂചനകളാണ്. മനുഷ്യ, നീ സമ്പാദിച്ചതൊന്നും മരണാനന്തരം നിന്നെ സഹായിക്കാനില്ല എന്നുള്ള സത്യം. മരണം എന്ന ഭൂമികയിൽ സമ്പന്നനും ദരിദ്രനും തമ്മിലുള്ള അന്തരം ഇല്ലാതാവും. അതുകൊണ്ട് സമ്പന്നനായിരുന്നോ ദരിദ്രനായിരുന്നോ എന്നുള്ളത് മരണാനന്തര ജീവിതത്തെ ബാധിക്കുന്ന വിഷയമല്ല. മറിച്ച് സമ്പത്തിനെ ഞാൻ വിനിയോഗിക്കാതിരുന്നതിൻ്റെ കാരണത്താൽ എൻ്റെ മരണാനന്തര ജീവിതം അപകടത്തിലാകാമെന്ന സൂചന ഈ സുവിശേഷം തരുന്നുണ്ട്. എന്താണ് സംഭവിക്കുക? രണ്ടാം രംഗത്തേക്ക് എത്തുമ്പോൾ ധനവാൻ മരിച്ച് സംസ്കരിക്കപ്പെട്ടു. വലിയ ആഘോഷത്തോടെയുള്ള മൃതസംസ്കാര ശുശ്രൂഷ അവന് ലഭിച്ചു. എന്നാൽ ധനികൻ്റെ മരണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ദരിദ്രൻ മരിച്ചു. അവനെ കൊട്ടിപ്പാടി അകമ്പടിയോടുകൂടിയുള്ള സംസ്കാരമൊന്നും അവന് കിട്ടിക്കാണിയല്ല. പക്ഷേ അവനെ ദൈവദൂതന്മാർ അബ്രാഹത്തിൻ്റെ മടിത്തട്ടിലേക്ക് സംവഹിച്ചു എന്നാണ് ലൂക്കാ സുവിശേഷകൻ പറയുക. അതായത് ആശ്വാസത്തിൻ്റെ ഒന്നാമത്തെ ചിന്ത ഇതാണ്: ഈ ഭൂമിയിൽ സഹിക്കുന്നവന് ദൈവസന്നിധേ കൃപയും അനുഗ്രഹവുമുണ്ട് എന്ന സത്യം. ഇതൊരു പക്ഷേ സാമ്പത്തിക അസമത്വങ്ങളെ ന്യായീകരിക്കാൻ സുവിശേഷം പറയുന്ന ഒരുതരം മുട്ടാപ്പോക്ക് ന്യായമല്ലേ എന്ന് കാൾ മാർക്സിനെ പോലെയുള്ള ചിന്തകർ ചോദിക്കുന്നുണ്ട്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് മാർക്സ് പറയുന്നത് ഈ ലൂക്കായുടെ ഉപമയെ ആധാരമാക്കിക്കൊണ്ടാണ്. നീ സമ്പന്നൻ്റെ എച്ചിലുകൊണ്ട് ജീവിച്ചാലും പരാതിപ്പെടാതെ പ്രതികരിക്കാതെ ജീവിക്കണം. കാരണം എന്താ? ഇങ്ങനെ എച്ചിൽ നിന്ന് ജീവിക്കുന്നവന് മരണാനന്തരത്തിൽ സ്വർഗം കിട്ടും. അങ്ങനെ പരലോകത്തിലെ സൗഭാഗ്യത്തെ നോക്കിപ്പാർത്ത് ഈ ഭൂമിയിലെ അസമത്വങ്ങളോട് പ്രതികരിക്കാതിരിക്കാൻ മനുഷ്യനെ ബോധവൽക്കരിക്കുന്ന മതങ്ങൾ ശരിക്കും മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് മാർക്സ് പറഞ്ഞത് ശരിയല്ലേ എന്നൊരുപക്ഷെ ഉപമ വായിക്കുമ്പോൾ നമുക്ക് സന്ദേഹം തോന്നാം. പക്ഷെ അതല്ല അടിസ്ഥാനപരമായി സുവിശേഷകൻ പറയുന്നത്. പരലോകത്ത് കിട്ടുന്ന ഒരു ആനന്ദത്തെ പ്രതി ദരിദ്രൻ സകല അന്യായങ്ങളും അസമത്വങ്ങളും അനീതിയും അനുഭവിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചുകൊള്ളൂ എന്നുള്ള ഉപദേശമല്ല സുവിശേഷകൻ തരുന്നത്. കാൾ മാർക്സോ മാർക്സിസമോ കമ്മ്യൂണിസമോ പറയുന്നതിനേക്കാളും വലിയ ഒരു സോഷ്യലിസമാണ് ലൂക്കാ സുവിശേഷകൻ വിഭാവനം ചെയ്യുന്നത്. ലൂക്കാ സുവിശേഷകൻ പറയുന്നത്, ദരിദ്ര, നീ പങ്കുവയ്ക്കാതെ ജീവിച്ചാൽ നിന്നെ കാത്തിരിക്കുന്ന ഭയാനകമായ ദുരന്തമെന്ത് എന്ന്. സത്യമാണ്. ഒരുപക്ഷെ ഈ ലോകത്തിൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾക്ക് അവനെ പേടിപ്പിക്കാൻ കഴിയുന്നത് നിൻ്റെ കഴുത്തരിയും എന്നുള്ള ഒരു ഭീഷണിക്ക് മുമ്പിൽ അവനോട് പങ്കുവയ്ക്കാൻ, അല്ലെ അവൻ്റേത് പിടിച്ചു പറിക്കാൻ സാധിച്ചെന്നിരിക്കും. പക്ഷെ സുവിശേഷകൻ പറയുന്നത് അതിനപ്പുറത്തുള്ളൊരു ഭീഷണിയാണ്. ഈ ഭൂമിയിൽ നിൻ്റെ ജീവിതം അപകടത്തിലാകുന്നു എന്ന് മാത്രമല്ല, നിൻ്റെ ജീവിതം നിത്യതയോളം പ്രയോജനരഹിതമാകുന്നു, പീഡാനുഭവങ്ങളുടെ ഗതികേടിലേക്ക് നിപതിക്കുന്നു എന്നുള്ള സത്യം. അതുകൊണ്ട്
ഈ മനുഷ്യനെ മയക്കുന്ന കറുപ്പ് പോലെ ഒരു പരലോക സൗഭാഗ്യത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് അനീതിയെ ന്യായീകരിക്കാനല്ല സുവിശേഷകൻ ഇവിടെ പരിശ്രമിക്കുന്നത് എന്ന് നാം ആരംഭത്തിലെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവൻ സംവഹിക്കപ്പെട്ട അബ്രാഹത്തിൻ്റെ മടിത്തട്ട്, ഒരുപക്ഷെ വ്യാഖ്യാനത്തിന് ബുദ്ധിമുട്ടുള്ള മറ്റൊരു വചനഭാഗമാണ്. അബ്രാഹത്തിൻ്റെ മടിത്തട്ട് എന്ന് പറയുമ്പോൾ യഹൂദ സങ്കല്പത്തിൽ സ്വർഗം അല്ല അബ്രാഹത്തിൻ്റെ മടിത്തട്ട്. നമുക്കറിയാം, പറുദീസായിൽ സ്വർഗകവാടം അടയ്ക്കപ്പെട്ടു. പിന്നീട് ആ കവാടം തുറക്കപ്പെടുന്നത് മിശിഹാ തമ്പുരാൻ്റെ മരണോത്ഥാനങ്ങളിലൂടെ. മനുഷ്യകുലത്തിൽ നിന്ന് ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് മനുഷ്യാവതാരം ചെയ്ത ഈശോയാണ് എന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഈശോ എന്ന് മനുഷ്യനായി അവതരിച്ച ഈശോ സ്വർഗകവാടം മനുഷ്യകുലത്തിന് വേണ്ടി തുറന്നപ്പോഴാണ് സ്വർഗം മനുഷ്യന് വീണ്ടും സംപ്രാപ്യമായത്. അതുവരെയും ഈ നീതിമാന്മാരായി മരിച്ചവർ എവിടെ എത്തുന്നു എന്ന് ചോദിച്ചാൽ യഹൂദ വിശ്വാസം ഇതാണ്: അബ്രാഹത്തിൻ്റെ മടിത്തട്ടിൽ. അവർ സ്വർഗകവാടം തുറക്കുന്ന നാൾ വരെയും അബ്രാഹത്തിൻ്റെ മടിയിലിരിക്കുന്നു. അബ്രാഹം ഈ കണ്ട മനുഷ്യരെ മുഴുവനും മടിയിലിരുത്തിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ, നീതിമാന്മാർ മരിച്ച് പൂർവികരോട് ചേരുന്നു എന്നുള്ള വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ് ഇവിടെ വിശദീകരിക്കപ്പെടുക. നീതിമാന്മാരായ വ്യക്തികൾ മരിച്ചു കഴിഞ്ഞാൽ അവർ പൂർവികരോട് ചേരുന്നു എന്നുള്ളതാണ് സത്യം. ആ ഒരു വിശ്വാസത്തിൻ്റെ പിൻബലത്തിലാണ് അബ്രാഹത്തിൻ്റെ മടിത്തട്ടിലേക്ക് സംവഹിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് പറുദീസ എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പദപ്രയോഗമാണ്. അഥവാ സ്വർഗം തുറക്കപ്പെടുന്നതിന് മുൻപ്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞ ഈശോ മിശിഹായുടെ മരണോത്ഥാനങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന നീതിമാന്മാർ സ്വർഗം തുറക്കപ്പെടുന്നതിന് വേണ്ടി കാത്തിരുന്ന അവസ്ഥയ്ക്കാണ് അബ്രാഹത്തിൻ്റെ മടിത്തട്ട് എന്ന് പറയും. ഏതാണെങ്കിലും ഈ അബ്രാഹത്തിൻ്റെ മടിത്തട്ടിൽ ഇരിക്കവേ അവൻ കാണുകയാണ് ലാസർ എന്ന വ്യക്തിയും അബ്രാഹത്തെയും കാണാൻ സുവിശേഷകൻ വായനക്കാരെ ക്ഷണിക്കുകയാണ്. ഭൂമിയിലായിരുന്നതിന് ഘടകവിരുദ്ധമായൊരവസ്ഥയിൽ എല്ലാവിധ സൗഭാഗ്യങ്ങൾ അനുഭവിച്ച ധനവാൻ നരകാഗ്നിയുടെ തീച്ചൂളയിൽ എരിയുമ്പോൾ കഷ്ടത അനുഭവിച്ച ലാസർ അബ്രാഹത്തിൻ്റെ മടിത്തട്ടിൽ സൗഭാഗ്യങ്ങളുടെ സുഖശീതള ഛായയിലായിരിക്കുന്നു. വാസ്തവത്തിൽ സമ്പത്ത് ശരിയാം വിധം വിനിയോഗിച്ചില്ല എന്നത് മാത്രമാണ് ഈ സമ്പന്നൻ ധനവാൻ ചെയ്ത തെറ്റ്. ലാസർ അവൻ പ്രത്യേകിച്ച് എന്തെങ്കിലും പുണ്യം അഭ്യസിച്ചിരുന്നോ എന്നുള്ളതൊന്നും നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ തൻ്റെ ദയനീയാവസ്ഥയിൽ ആരോടും പരാതി പറയാതെ ആ ദയനീയാവസ്ഥയുടെ പിന്നാമ്പുറത്ത് ദൈവഹിതത്തെ മുറുകെ പിടിച്ച ആ മനുഷ്യൻ ജീവിച്ചു എന്ന് വേണമെങ്കിൽ ന്യായമായി നമുക്ക് ഊഹിക്കാം. പ്രത്യക്ഷത്തിൽ ചിന്തിച്ചാൽ ധനവാൻ വ്യക്തിപരമായ ഏതെങ്കിലും പാപം ചെയ്തതായിട്ടോ ദരിദ്രനായ ലാസർ ഏതെങ്കിലും പുണ്യം ചെയ്തതായിട്ടോ ഒന്നും സുവിശേഷത്തിൽ പറയുന്നില്ല. മറിച്ച് സുവിശേഷകൻ്റെ ഊന്നല് എന്ന് പറയുന്നത് സമ്പത്ത് ശരിയാം വിധത്തിൽ വിനിയോഗിക്കാതിരിക്കുന്നത് ഒരു വ്യക്തിക്ക് എത്ര കണ്ട് നാശകരമായി തീരുന്നു എന്നുള്ളതാണ് സത്യം. അത് പഴയ നിയമത്തിലും സമാനമായ കാഴ്ചപ്പാടുകളുണ്ട്. നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിന് വേണ്ടിയുള്ള അത്യാർത്തി ആഹാബ് എന്ന രാജാവിനെയും അവൻ്റെ ഭാര്യ ജസബലിനെയും അവൻ്റെ കുലത്തെയും നശിപ്പിക്കാൻ പര്യാപ്തമായിരുന്നു എന്നുള്ളത് വസ്തുതാപരമാണ്. ഗഹസി എന്നുള്ള സേവകൻ പ്രവാചകനായ ഏലിയായുടെ കാലത്ത് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. ഈ പ്രവാചകൻ കുഷ്ഠരോഗിയായ നാമാനെ സുഖപ്പെടുത്തിയപ്പോൾ യാതൊന്നും പ്രതിഫലം പറ്റാതെ ദൈവപുരുഷൻ തിരിച്ചയച്ചപ്പോൾ ഈ സേവകൻ പിന്നാലെ ചെന്ന് സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കി. അതിന് ശിക്ഷ കുഷ്ഠരോഗം ഇവന് തിരികെ വന്നു ഈ സേവകന് എന്ന് നമുക്കറിയാം. അതായത് ദ്രവ്യാഗ്രഹം ഒരു മനുഷ്യന് നാശകാരണമായി തീരുന്നതിൻ്റെ കഥ ബൈബിളിൽ ഉടനീളമുണ്ട് എന്നുള്ളത് വസ്തുത. പുതിയ നിയമത്തിലേക്ക് വന്നാൽ അനനിയാസും സപ്പീറായും
ദ്രവ്യാഗ്രഹം കൊണ്ട് അപകടത്തിൽ ചാടുന്ന കഥ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. വാസ്തവത്തിൽ സമ്പത്ത് ശരിയാം വിധത്തിൽ വിനിയോഗിക്കേണ്ടത് എങ്ങനെ എന്നുള്ളതിന് സുവിശേഷം തരുന്ന ചില തത്വങ്ങളുണ്ട്. ഒന്നാമത്തെ തത്വം എന്ന് പറയുന്നത് എല്ലാം വലുതായും മഹോന്നതമായും ആഡംബരപൂർണമായും ചെയ്യാനുള്ള നമ്മുടെ വ്യഗ്രത ഒഴിവാക്കുക. ഈ സുവിശേഷ ജീവിത ശൈലി എന്ന് പറയുന്നത് ചെറുതാകലിൻ്റെ, എളിമപ്പെടലിൻ്റെ, ശൂന്യവൽക്കരണത്തിൻ്റെ ഒരു ജീവിത ശൈലിയുണ്ട്. ഈ ലാസറിൻ്റെ ജീവിത ശൈലി അതാണ്. തൻ്റെ ഇല്ലായ്മകളിൽ ധനവാൻ്റെ കഴുത്ത് വെട്ടാനോ കലഹത്തിനോ അവൻ പോകുന്നില്ല. മറിച്ച് ഈ ശൂന്യവൽക്കരണത്തിലെ ഇല്ലാതാകലിൽ തൻ്റെ മാനുഷിക അവസ്ഥകൾ പോലും നിഷേധിക്കപ്പെട്ട അവസ്ഥയിൽ നിരാശപ്പെടാതെ ജീവിക്കുന്നു. ഒരുപക്ഷെ ആധുനിക ക്രൈസ്തവർക്കും സഭയ്ക്കും ആധുനിക ലോകത്തിനുമൊക്കെ സംഭവിക്കുന്ന ഒരു അപജയം, എല്ലാം ഏറ്റവും വലുത്, ഏറ്റവും വലിയ വീട്, ഏറ്റവും വലിയ പള്ളി, ഏറ്റവും വലിയ ആഡംബര വഴികൾ, ഏറ്റവും വലിയ തിരുനാൾ പ്രദക്ഷിണം, ഏറ്റവും വലിയ കുരിശുരൂപം, ഇങ്ങനെയൊക്കെ നമ്മൾ സഭാപരമായും വിശ്വാസപരമായും വ്യക്തിജീവിതത്തിൽ ഏറ്റവും വില കൂടിയ സാരി, ഏറ്റവും ബ്രാൻഡഡായ വില കൂടിയ ഷർട്ടുകൾ, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലുതിനും ഏറ്റവും ആഡംബരപൂർണമായവയ്ക്കും വേണ്ടി ഉള്ള നിലപാടുകൾ സുവിശേഷത്തിന് വിരുദ്ധമാണ്. സുവിശേഷം സഭയെ വിശേഷിപ്പിക്കുന്നത് ചെറിയവർ എന്ന. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെ ചെയ്തു. ചെറിയവരാണ് സഭാ സമൂഹം, ചെറിയവരാണ് ക്രിസ്തു ശിഷ്യർ. ഈ ചെറിയവരായിരിക്കുന്നതിൻ്റെ സംതൃപ്തി നഷ്ടപ്പെടുത്തുന്നതല്ലേ ദ്രവ്യാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം? ചെറുതായിരിക്കുക എന്ന് പറയുന്നത് വിലയില്ലാത്തതാവുക എന്നല്ല അർത്ഥം. ചെറുതായിരിക്കുന്നതിന് മൂല്യമുണ്ട്. അരുന്ധതി റായിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ചെറിയ കാര്യങ്ങളുടെ തമ്പുരാനെന്ന് ഗ്രന്ഥം നിങ്ങൾക്ക് പരിചയമുണ്ട്. ചെറുതായിരിക്കുക എന്ന് പറയുന്നതിനൊരു പുണ്യമുണ്ട്. നമുക്കറിയാം, ദാഹാർത്തനായ മനുഷ്യന്, മരുഭൂമിയിൽ അലഞ്ഞവന് ഒരു പാത്രം വെള്ളം കിട്ടുക എന്ന് പറയുന്നത് അത് നിത്യജീവൻ കിട്ടുന്നതിന് തുല്യമായ കാര്യം. അതാ വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ തുടങ്ങുന്ന ഒരു മനുഷ്യന് കൈനീട്ടി അവനെ ഒന്ന് പിടിച്ചു കയറ്റി ഒരു ചെറിയ സഹായമായിരിക്കും. പക്ഷേ ആ ചെറിയ സഹായം അവന് നിത്യരക്ഷയോളം വിലയുള്ള സഹായമാണ് എന്നത് ആർക്കും അറിയാൻ പാടില്ലാത്ത. അന്ധകാരത്തിൽ അകപ്പെട്ടു പോയൊരു മനുഷ്യന് ഒരു മെഴുകുതിരി വെട്ടത്തിൻ്റെ വെളിച്ചം കൊടുക്കുക എന്ന് പറയുന്നത് എത്രയോ വലിയ കാര്യം. അപമാനിതനായി സർവ്വതും നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒപ്പം നിന്ന് അവനെ പ്രോത്സാഹിപ്പിച്ച് ശാക്തീകരിക്കുന്ന ഒരു നല്ല വാക്ക് പറയാൻ കഴിഞ്ഞാൽ അത് എത്രയോ വലിയ കാര്യമാണ്. രാജസഭയിൽ അപമാനിതനായ കർണനെ രക്ഷിക്കാൻ ഒരു നല്ല വാക്ക് പറഞ്ഞ ദുര്യോധനനോട് കർണനുണ്ടായിരുന്ന വിധേയത്വവും സ്നേഹവും ഭാരതപുരാണങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ അപമാന അവസ്ഥയിൽ അവനെ ബഹുമാനിക്കുന്ന ഒരു വാക്ക് പറയാൻ കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരത് ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അത് അനുഭവിക്കുന്ന വ്യക്തിക്ക് എത്രയോ വലിയ കാര്യമാണ്. ഒരുപക്ഷെ ഈശോ ക്രിസ്തു ശിഷ്യരോട് പറയുന്നത് സമാനമായ ചെറിയ കാര്യങ്ങളുടെ വലിപ്പത്തെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. അല്ലാതെ ലക്ഷങ്ങളുടെ കോടികളുടെ ആസ്തിയും ബാങ്ക് ബാലൻസും സ്ഥാവര ജംഗമങ്ങളുടെ മഹത്വവും ആർജിക്കുന്നതല്ല സുവിശേഷം എന്ന സത്യം ഈശോ ഈ വചനത്തിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്ന അടിസ്ഥാനപരമായ വസ്തുതയാണ് എന്ന് തിരിച്ചറിയുക. മൂന്നാമതായി, ദൈവം വിലയിരുത്തുന്നതും മനുഷ്യൻ വിലയിരുത്തുന്നതും വ്യത്യസ്തമായിട്ട്. മനുഷ്യൻ്റെ വിലയിരുത്തലിൽ സമ്പന്നൻ മഹാനും ലാസർ വില കുറഞ്ഞവനും. പക്ഷേ ദൈവത്തിനു മുമ്പിൽ വിലയേറിയവൻ ദരിദ്രനാണ്. അതായത് ഈ ചെറിയവരിൽ ആരെയും അപമാനിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് വചനം പറയുന്നതിൻ്റെ പൊരുൾ പ്രിയപ്പെട്ടവരെ അതാ. മനുഷ്യൻ്റെ മഹത്വം വിലയിരുത്തുന്നതിൽ ദൈവീക മാനദണ്ഡങ്ങൾ നമുക്ക് കൈമോശം വന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അത് അപകടകരമല്ല. അവസാനമായി,
സമ്പത്തുണ്ടാകുന്നതാണ് ദൈവാനുഗ്രഹം എന്ന് തെറ്റിദ്ധരിക്കരുത്. കഷ്ടതകളും നഷ്ടങ്ങളും കടബാധ്യതകളും ഒക്കെ ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളായി വ്യാഖ്യാനിക്കപ്പെടണം എന്നുള്ള സത്യം കൂടി. ധനവാന് സമ്പത്തുണ്ടായിരുന്നു, പക്ഷേ ആ സമ്പത്ത് ദൈവാനുഗ്രഹമായിരുന്നോ എന്ന് ചോദിച്ചാൽ ആ ദൈവാനുഗ്രഹമാക്കി മാറ്റാൻ സാധ്യതയുണ്ടായിരുന്ന സമ്പത്തിനെ അവൻ സർവനാശത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചുവിട്ടു. ഇതാണ് അപകടകരം. ദരിദ്രനായ ലാസർ ഈ ഭൂമിയിൽ നിരാശനും ദുഃഖിതനുമായി മറ്റുള്ളവരാൽ വിലയിരുത്തപ്പെട്ടു. പക്ഷേ അവനായിരുന്നു യഥാർത്ഥ മൂല്യമുള്ളത്. ഒരുപക്ഷെ ഇന്ന് ധ്യാനകേന്ദ്രങ്ങളിലും ധ്യാനം കൂടുമ്പോഴും ഒക്കെ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകാൻ വേണ്ടി. ഐശ്വര്യത്തിൻ്റെ സുവിശേഷം അഥവാ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്നുള്ള ആശയങ്ങളൊക്കെ ഈ കാലഘട്ടത്തിലെ ആധ്യാത്മികതയെ വിഴുങ്ങിത്തുടങ്ങുമ്പോൾ സുവിശേഷകൻ പറയുന്നൊരു ദർശനപരതയുണ്ട്. ദാരിദ്ര്യവും കഷ്ടതകളും സാമ്പത്തിക ക്ലേശങ്ങളും ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളായി വ്യാഖ്യാനിക്കപ്പെട്ട് തുടങ്ങുമ്പോഴാണ് സഹനവും കുരിശും സുവിശേഷത്തിൻ്റെ മൂല്യങ്ങളാണ് എന്ന സത്യം ലോകം ഗ്രഹിച്ചു തുടങ്ങും. അതുകൊണ്ട് ഒത്തിരിയേറെ ആഖ്യാന സാധ്യതകളിലേക്ക് വാതിൽ തുറക്കുന്ന സുവിശേഷകൻ്റെ സുന്ദരമായ ഈ ഉപമ, ഈശോയുടെ തിരുവധരങ്ങളിലൂടെ പറയപ്പെട്ട ഈ ഉപമ ലോകത്തെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, ആധ്യാത്മിക, വൈയക്തിക മേഖലകൾക്കുള്ള ദിശാസൂചിയാണ് എന്നുകൂടി തിരിച്ചറിയുക. ദൈവം അനുഗ്രഹിക്കട്ടെ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344727 2343707. ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673528. ഫോൺ 0496 266 4600.